നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കാം അതിവേഗത്തിൽ. വന്യജീവി ആക്രമണങ്ങൾ ചെറുക്കാൻ പ്രൈമറി റെസ്പോൺസ് ടീമുകളെ സജ്ജരാക്കാൻ ഒരുങ്ങി വനം വകുപ്പ്. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കും. മലപ്പുറം എടക്കരയിൽ പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങി. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഇന്ന് UDF ഹർത്താൽ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെയും ബോംബ് ഭീഷണിയിൽ പ്രതിയെക്കുറിച്ച് സൂചന. പോലീസ് സംഘം തെലങ്കാനയിലേക്ക്. ട്രെയിൻ ഗതാഗതത്തിന് സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്ന് റെയിൽവേ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ. ട്രംപ് വീണ്ടും അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ സന്ദർശനത്തിൽ സുപ്രധാന വിഷയങ്ങളിൽ ചർച്ച. മണിപ്പൂരിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സമവായമായില്ല. രാഷ്ട്രപതി ഭരണത്തിന് സാധ്യത. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദേശ പഠനാവശ്യങ്ങൾക്കായി സർക്കാർ 8 വർഷത്തിനിടെ കൈമാറിയത് 160 കോടിയിൽ പരം രൂപ. പൈലറ്റാകാൻ കൊതിച്ചവർക്ക് മാത്രം നൽകിയത് 2,54,00,000 രൂപ ധനസഹായം. 2011-16 UDF ഭരണകാലത്ത് നൽകിയത് 62 ലക്ഷത്തോളം രൂപ മാത്രം. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രതിഷേധം ശക്തം. മുൻ ചെയർമാന്റെയും മുൻ സെക്രട്ടറിയുടെയും അവിശുദ്ധ ഇടപാടുകൾ ജീവനക്കാരെ ബലിയാടാക്കിയെന്ന ആരോപണം. തൊഴിൽ പീഡനത്തിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടെന്ന് ജീവനക്കാർ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷം ഹർജി പരിഗണിക്കുന്നത് 8ാം തവണ. പ്രതീക്ഷയുടെ കുടുംബം. ദേശീയ ഗെയിംസ് മത്സരങ്ങൾ ഇന്ന് അവസാനിക്കും. ജിംനാസ്റ്റിക്സിലും കനോയിങ് കയാക്കിങ്ങിലും ഫെൻസിംഗിലും മെഡൽ ലക്ഷ്യമിട്ട് കേരളം. കൊല്ലം കുറ്റിച്ചിറയിൽ തടിമിൽ കത്തി നശിച്ചു. പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തം. കടപ്പാക്കട, ചാമക്കട, കുണ്ടറ, ചവറ സ്റ്റേഷനിലെ 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പ് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 9 ആണ്ട്. ആരെയും ഭാവഗായകനാക്കുന്ന അനശ്വര കവിയുടെ ഓർമ്മകളിലാണ് ഇന്ന് മലയാളികൾ. ഇന്ന് അന്താരാഷ്ട്ര റേഡിയോ ദിനം. ഒരു തലമുറയുടെ ഗൃഹാതുരതയുടെ ഭാഗമാണ് റേഡിയോ. ടെലിവിഷനിലും സോഷ്യൽ മീഡിയയും പെരുകുന്നതിന് മുൻപേ മലയാളികളുടെ വാർത്തയും വിനോദവും എല്ലാം റേഡിയോ ആയിരുന്നു. കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLA ഇന്ന് ആശുപത്രി വിടും. 46 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് MLA ആശുപത്രി വിടുന്നത്. കാസർഗോഡ് പട്ടയഭൂമിയിലെ നിയമപ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ സമരവുമായി കുടുംബം. പൊയ്നാച്ചി തേക്കിൽ വില്ലേജിലെ UB ആയിഷയുടെ കുടുംബമാണ് റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ 1 മാസത്തോളമായി സമരം ചെയ്യുന്നത്. കേന്ദ്ര കയർ ബോർഡ് അധികാരികൾക്കെതിരെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രതിഷേധം ശക്തം. കയർ ബോർഡിലെ മുൻ ചെയർമാന്റെയും മുൻ സെക്രട്ടറിയുടെയും അവിശുദ്ധ ഇടപാടുകൾ പാവപ്പെട്ട ജീവനക്കാരെ ബലിയാടാക്കുന്നുവെന്നും ജീവനക്കാരുടെ കോൺഫെഡറേഷൻ. സംസ്ഥാന വഖഫ് ബോർഡിന്റെ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി P. മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാകും. സംസ്ഥാനത്തെ 50,000 മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. സംസ്ഥാനതല വിതരണോദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. കഴിഞ്ഞ 4 വർഷക്കാലം മുൻഗണനാ പട്ടികയുടെ ശുദ്ധീകരണം നടത്തിവരികയാണെന്നും റേഷൻ കാർഡ് ശുദ്ധീകരണ പ്രവർത്തനം തുടരുമെന്നും മന്ത്രി പറഞ്ഞു.
ഐതിഹാസിക അടൂർ കുന്നിട കൊയ്ത്ത് സമരത്തിന് 50 ആണ്ട്. 1975 ഫെബ്രുവരി 13 കുന്നിടയിൽ ആരംഭിച്ച കൊയ്ത്ത് സമരം കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച സമരമാണ്. അദാനിക്കായി അതിർത്തി സുരക്ഷാ നിയമത്തിലും ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ എന്ന് വെളിപ്പെടുത്തൽ. ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് ഹെക്ടർ കണക്ക് സ്ഥലത്ത് ഊർജ്ജ പ്ലാന്റ് നിർമ്മിക്കാനാണ് കേന്ദ്ര സർക്കാർ ദേശസുരക്ഷാ നിയമത്തിലടക്കം ഇളവ് വരുത്തിയത്. ബ്രിട്ടീഷ് പത്രമായ ദി ഗാർഡിയന്റേതാണ് വെളിപ്പെടുത്തൽ. ദ്രാവിഡ കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായി ഇടുക്കി വട്ടവടയിൽ മഞ്ജുവിരട്ട് നടന്നു. തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിനോട് ചില സാമ്യമുള്ള കാളയോട്ട മത്സരമാണ് വട്ടവടയിൽ എല്ലാ വർഷവും നടക്കുന്ന മഞ്ജുവിരട്ട്. പെട്രോൾ പമ്പിൽ നിന്നും പണം മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. നെല്ലിക്കുഴി സ്വദേശി ഷാജഹാനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. സിവിൽ പോലീസ് ഓഫീസർ ചേർത്തല സ്വദേശി ഷഫീഖിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാർക്കിംഗ് അനുവദിച്ചില്ലെന്നാരോപിച്ചായിരുന്നു ആക്രമണം. തിരുവനന്തപുരം വർക്കലയിൽ അനധികൃതമായി പ്രവർത്തിച്ചുവന്ന റിസോർട്ട് കെട്ടിടം നഗരസഭ പൂട്ടി സീൽ ചെയ്തു. വർക്കല സൗത്ത് ക്ലിഫിലെ പുരാവിത റിസോർട്ടാണ് നഗരസഭാ അധികൃതർ പൂട്ടി സീൽ ചെയ്തത്. തീരദേശ പരിപാലന നിയമം ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചായിരുന്നു പ്രവർത്തനം. വീടില്ലാത്ത വിദ്യാർത്ഥികൾക്കായി ഒപ്പം ഭവന നിർമ്മാണ പദ്ധതിയുമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ആദ്യഘട്ടത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് സർവകലാശാലയിലെ 15 വിദ്യാർത്ഥികൾക്ക്. നിർമ്മാണം പൂർത്തിയായ 3 വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ചെന്നിത്തല വാഴക്കൂട്ടം കടവ് വടക്കുഭാഗത്ത് നീർനായാക്രമണം. അച്ഛൻ കോവിലാറിന്റെ കൈവഴിയായ പുത്തനാറിലാണ് നീർനായ ശല്യം രൂക്ഷമായിരിക്കുന്നത്. ആറ്റിൽ കുളിക്കുന്നതിനും നനയ്ക്കുന്നതിനുമായി ഇറങ്ങിയ നിരവധി പേർക്ക് നീർനായാക്രമണത്തിൽ പരിക്കേറ്റു. ഓൺലൈൻ തട്ടിപ്പിലൂടെ 15 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ പിടിയിൽ. ടാറ്റ പ്രൊജക്ട്സ് ഗ്രൂപ്പിന്റെ റെപ്രസെന്റേറ്റീവ് എന്ന വ്യാജേന IT പ്രൊഫഷണലിൽ നിന്നാണ് പണം തട്ടിയത്. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി അബ്ദുൾ സലാമാണ് പിടിയിലായത്. കളരി അഭ്യാസത്തിനായി കേരളത്തിലെത്തിയ വിദേശികൾ വിവാഹിതരായി. അമേരിക്കൻ സ്വദേശിയായ ഡൊമിനിക് കാമിലോ വോളിനി, ഡെൻമാർക്ക് സ്വദേശിനി കാമില ലൂയിസ് ബെൽ മദാനി എന്നിവരാണ് വിഴിഞ്ഞം തെരുവ് പിറവിളാകം ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതരായത്. കാസർഗോഡ് ഷിറിയ റെയിൽവേ പാളത്തിന് സമീപം തലയോട്ടി അടക്കമുള്ള പുരുഷന്റെ അസ്ഥികൂടം കണ്ടെത്തി. കാടുമൂടിക്കിടന്ന പ്രദേശം വൃത്തിയാക്കിയപ്പോഴാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. 1 വർഷമെങ്കിലും പഴക്കമുള്ള അസ്ഥികൂടമാണ് കണ്ടെത്തിയത്. കൊല്ലം പരവൂർ സ്റ്റേഷനിലെ പോലീസുകാരനെ ഊട്ടിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മങ്ങാട് സ്വദേശി ആദർശാണ് മരിച്ചത്. ഊട്ടിയിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. PMS നേതാവ് പോക്സോ കേസിൽ അറസ്റ്റിൽ. പട്ടിക്കാട് മണപ്പുറത്ത് MM വത്സനെയാണ് PG പോലീസ് അറസ്റ്റ് ചെയ്തത്. BMS സംസ്ഥാന കമ്മിറ്റി അംഗവും പ്രദേശത്തെ BJPയുടെ പ്രധാന പ്രവർത്തകരിൽ ഒരാളുമാണ് വത്സൻ. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി നിലപാട് കടുപ്പിക്കാൻ ഒരുങ്ങിയ കേന്ദ്രം. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 പ്രകാരം വിസ നിയമങ്ങൾ കർശനമാക്കാനാണ് നീക്കം. ബിൽ ഈ സമ്മേളനകാലത്ത് അവതരിപ്പിച്ചേക്കും. സിഖ് വിരുദ്ധ കലാപക്കേസിൽ മുൻ കോൺഗ്രസ് MP സജ്ജൻ കുമാർ കുറ്റക്കാരനെന്ന് കോടതി. കലാപത്തിനിടെ 2 പേർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി. നിലവിൽ മറ്റൊരു കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് തിഹാർ ജയിലിൽ കഴിയുകയാണ് സജ്ജൻ കുമാർ.
ബംഗളൂരു വിമാനത്താവളത്തിൽ എയർ ഇന്ത്യക്ക് ബോംബ് ഭീഷണി. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുന്നു. സേലത്ത് സ്കൂൾ ബസ്സിൽ സഹപാഠിയുടെ മർദ്ദനമേറ്റ് കുഴഞ്ഞു വീണ 9ാം ക്ലാസ്സുകാരൻ മരിച്ചു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് വിദ്യാർത്ഥി അടിയേറ്റു വീണത്. സംഭവത്തിൽ സഹപാഠിയായ 9ാം ക്ലാസ്സുകാരനെതിരെ പോലീസ് കേസെടുത്തു. ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ബാറിൽ നൃത്തം ചെയ്യുന്നതും കുറ്റകൃത്യമല്ലെന്ന് ദില്ലി കോടതി. അശ്ലീല കുറ്റം ചുമത്തപ്പെട്ട 7 സ്ത്രീകളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ വിധി. അംഗീകാരമില്ലാത്ത സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നിഷേധിക്കരുതെന്ന സുപ്രധാന ഉത്തരവുമായി കർണാടക ഹൈക്കോടതി. കാക്കനാട് സ്വദേശികളായ 2 ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് തീരുമാനം വ്യക്തമാക്കിയത്. അദാനി ഗ്രൂപ്പ് ഉടമ ഗൗതം അദാനിക്ക് ആശ്വാസമേകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ നീക്കം. 50 വർഷം പഴക്കമുള്ള വിദേശ കൈക്കൂലി നിയമത്തിലെ നടപടികൾ മരവിപ്പിച്ച് ഉത്തരവിറക്കി. കഴിഞ്ഞ ഭരണകൂടത്തിന്റെ കാലത്ത് അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്കൻ കോടതി കൈക്കൂലി കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. ഭീകരാക്രമണം നേരിടാൻ മാനസികമായി സജ്ജരായിരിക്കണമെന്ന് സിംഗപ്പൂർ ആഭ്യന്തരമന്ത്രി കെ ഷൺമുഖം. ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്തതിന്റെ പേരിൽ കൗമാരക്കാരനും വീട്ടമ്മയും ശുചീകരണ തൊഴിലാളിയും പിടിയിലായ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹസ്തദാനം ചെയ്യാതെ ഒഴിഞ്ഞുമാറുന്ന വീഡിയോ വൈറൽ. എല്ലാ ലോക നേതാക്കൾക്കും ഹസ്തദാനം ചെയ്ത മാക്രോൺ തനിക്കു നേരെ കൈനീട്ടിയ മോദിയെ കാണാത്ത മട്ടിൽ അടുത്തയാൾക്ക് കൈകൊടുത്തതായാണ് വീഡിയോ. കാനഡയിലെ വിന്നിപെഗ് ചർച്ചിൽ കുർബാനയ്ക്കിടെ വൈദികന് നേരെ കത്തിവീശിയ യുവാവ്. അൾത്താരയിൽ പ്രവേശിച്ച അക്രമി അപ്രതീക്ഷിതമായി കത്തിയെടുത്ത് വൈദികന് നേരെ വീശുകയായിരുന്നു. വൈദികൻ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു. ഫ്രാൻസിൽ പൊതുസ്ഥലത്ത് വെച്ച് മൊബൈൽ ഫോണിലെ സ്പീക്കറിലൂടെ സംസാരിച്ച യുവാവിന് $200 പിഴ. ഫ്രാൻസിലെ സാന്റസിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സഹോദരിയോട് സ്പീക്കർ ഫോണിൽ സംസാരിച്ച ഡേവിഡ് എന്നയാൾക്കാണ് പിഴ ഏർപ്പെടുത്തിയത്. ഖത്തർ പ്രവാസിയും ഗ്രന്ഥകാരനും ഗവേഷകനുമായ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങരയുടെ മോട്ടിവേഷണൽ പരമ്പരയായ വിജയമന്ത്രങ്ങൾക്ക് ഇൻഡോ അറബ് ഫ്രണ്ട്ഷിപ്പ് പുരസ്കാരം ലഭിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും പ്രചോദിപ്പിക്കുന്ന ഗ്രന്ഥം എന്ന നിലയ്ക്കാണ് പുരസ്കാരം. സലാലയിലെ പൊതുവേദിയായ ലീഡേഴ്സ് ഫോറവും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുസിരീസ് സലാലയും ചേർന്ന് നടത്തുന്ന ഹൃദയപൂർവ്വം ആരോഗ്യ സെമിനാറിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഏപ്രിൽ 13-ന് ലുബാൻ പാലസിൽ വെച്ചാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. സലാല കൈരളി സെന്റർ യൂണിറ്റ് ബാലസംഘം ചങ്ങാതിക്കൂട്ടം സംഘടിപ്പിച്ചു. കൈരളി ഹാളിൽ നടന്ന പരിപാടി ലോക കേരള സഭാംഗം ഹേമ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.